ഹലോ, വെൽക്കം ടു ടോപ്പ് ടൈംസ്. എല്ലാവർക്കും സുഖമാണോ? ഇന്നും ഞാൻ പിന്നെയും വന്നു കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ പച്ചക്കറി വ്ലോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മുടെ സ്ഥലത്ത് എന്തോരമായി പച്ചക്കറിയും നനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പയറൊക്കെ ഇത്രയായിട്ടോ, ചെറുതായിട്ട് വള്ളി വീശിയൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും അവർക്ക് പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഓടയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് 3 ഓട വീതം തടത്തിൽ കുത്തി കൊടുത്ത് അങ്ങനെയാണ് പയർ കയറ്റിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചൂടിന് ഇത്രയും ചൂടിനൊന്നല്ല, തോട്ടിൽ സത്യം പറഞ്ഞാൽ ഓടയില്ല. നമുക്ക് കമ്പ് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിന് മാത്രം ഓടയൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി പന്തലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പറമ്പിലൊക്കെയുള്ള പാഴ്മരങ്ങളും കൊലുകളൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് എല്ലാത്തിനും തടത്തിലൊക്കെ തൂണ് നാട്ടി കയറ് കെട്ടി എൻ്റെ മേലെ വലയിടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പം വലയിടാൻ വേണ്ടി ചേട്ടൻ ഇവിടെ കയറ് കോർക്കുവാണ് കേട്ടോ വലയിൽ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നനയ്ക്കണം. ഒന്ന് പയറിനും എല്ലാ പച്ചക്കറിക്കൊന്നും മരുന്നടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലയൊക്കെ ഇങ്ങനെ അതൊന്ന് ഉഷാറായി വരാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ ദോഷമുള്ള മരുന്നൊന്നും അല്ല കേട്ടോ, സ്യൂഡോമോണാസ് ആണേ. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് പന്തലൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നനച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് പയറും കൂടെ പാകിയിട്ടുണ്ട്. അത് ഇത്രയും ആയി, നാളെ വേണം മാറ്റി നടാൻ വേണ്ടിയിട്ട്. 3-4 തടം ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ അകത്തേക്കും കൂടെ നട്ടേക്കാന്ന് വിചാരിച്ചിട്ട് പാകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരക്കുട്ടന്മാരൊക്കെ ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട് കേട്ടോ. അവരെ മാറ്റി നടാൻ റെഡിയായിട്ട് ഇന്നും കൂടെ എന്തായാലും ഒരു കൂട്ടത്തോടെ നിന്നിട്ടല്ലേ നാളെ. ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ചീരയും കൂടി മാറ്റി നടാൻ സമയമില്ല. ഇപ്പോൾ നനയും ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു 7 ഞങ്ങൾ സന്ധ്യയാകുമ്പോഴാണ്, വൈകുന്നേരമാണല്ലോ വരുന്നത്. കാരണം പകൽ ഇവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റില്ല കേട്ടോ, അതുപോലെ വെയിലാണ്. അപ്പോൾ ഇവരെ നാളെ വേണം മാറ്റി നടാൻ വേണ്ടിയിട്ടോ. മാറ്റി നട്ടാൽ മാത്രമാണ് നമ്മുടെ ചീര ഉഷാറാകുള്ളൂ. ഇവിടെ പാവലൊക്കെ നമ്മുടെ അത്യാവശ്യം ലെവലായി വരുന്നുണ്ട്. ഇനി അതിൻ്റെ മൂടലൊക്കെ എടുത്ത് മാറ്റി അവർക്ക് ഓരോ കോലൊക്കെ കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ പുറകെ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഓരോ ദിവസം കാണാവേ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും